നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കുവൈറ്റിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരു കുവൈറ്റി പൗരനെയും 6 ഈജിപ്ഷ്യൻ പ്രവാസികളെയും റിമാൻഡ് ചെയ്യാൻ തടങ്കൽ പുനഃപരിശോധനാ ജഡ്ജി ഉത്തരവിട്ടു. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘകർക്കെതിരെ കർശന നടപടി. നിയമം ലംഘിച്ചാൽ 60 ദിവസം വാഹനം കസ്റ്റഡിയിലെടുക്കും. വെറും 7 ദിവസത്തിനുള്ളിൽ ഓവർടേക്കിംഗുമായി ബന്ധപ്പെട്ടും മനഃപൂർവ്വം ഗതാഗത തടസ്സമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടും 4500 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. കുവൈറ്റിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് പട്രോളിംഗ് വാഹനത്തിൽ ബസ്സിടിച്ച് 2 രക്ഷാ പ്രവർത്തന വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. പുതിയ ഉംറ സീസണിന്റെ ആരംഭം പ്രഖ്യാപിച്ചതിനു ശേഷം വിദേശത്തു നിന്നുള്ള തീർത്ഥാടകർക്ക് നൽകിയ വിസകളുടെ എണ്ണം 40 ലക്ഷത്തിലധികം കവിഞ്ഞതായി റിപ്പോർട്ട്. കൊല്ലം കടയ്ക്കൽ ചിതറ സ്വദേശി സേതുപതി നീലകണ്ഠപിള്ള സൗദി കിഴക്കൻ പ്രവിശ്യയിലെ റാസ് തനൂറായിൽ നിര്യാതനായി. ഹൃദയാഘാതമാണ് മരണകാരണം. സൗദിയിൽ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കുള്ള ഔട്ട്സോഴ്സിംഗ് സ്ഥാപനമായ VFSന്റെ സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. സന്ദർശക വിസയിൽ UAEയിൽ ജോലി ചെയ്യുന്നത് പിഴകൾക്കും നിയമ നടപടികൾക്കും കാരണമാകുമെന്ന് മാനവവിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു.